بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വലിയ അനുഗ്രഹമാണ് തൗഹീദും സുന്നത്തും മനസ്സിലാവുക എന്നത്. ഒരാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുള്ള അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലുതെന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ദീന് മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് തൗഫീഖ് നൽകി എന്നതാണ്. ഇല്ല എങ്കിൽ അവന് ഏറ്റവും വലിയ അനുഗ്രഹമാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. അതിനാൽ ആ അനുഗ്രഹത്തെ തിരിച്ചറിയാൻ നമ്മൾ എപ്പോഴും പരിശ്രമിച്ചു കൊണ്ടിരിക്കണം. അതിൻ്റെ വില തിരിച്ചറിയാൻ കഴിയണം. നമ്മളൊന്ന് ചുറ്റുപാടും കണ്ണോടിച്ചു നോക്കിയാൽ നമ്മളുള്ള അനുഗ്രഹം എത്രമാത്രമാണ്, പ്രത്യേകിച്ച് അഹ്ലുസുന്നത്തി വൽ ജമാഅ എത്രമാത്രം അനുഗ്രഹത്തിലാണ് എന്നത് വളരെ എളുപ്പത്തിൽ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കും. അത് നമുക്ക് വ്യക്തമാക്കി തരുന്ന ഒന്ന് രണ്ട് ഉദാഹരണങ്ങളാണ് 2-3 ദിവസത്തിനിടെ ഞാൻ കണ്ട, അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും കണ്ട ചില കാഴ്ചകൾ. എന്തെന്നാൽ ദീനിൽ പുത്തനാചാരമായി കടത്തിക്കൂട്ടിയ നബിദിനം എന്ന പരിപാടി, അതിൻ്റെ അസല് തന്നെ ബിദ്അത്താണ്, തിന്മയാണ്. ആ നബിദിനത്തിൻ്റെ പേരിൽ മുസ്ലിം സമൂഹം എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന കൂട്ടർ കാണിച്ചു കൂട്ടിയ കാര്യങ്ങൾ നമ്മളൊന്ന് കണ്ടിരുന്നെങ്കിൽ നമ്മൾ ഓരോരുത്തരുമുള്ള അനുഗ്രഹത്തെക്കുറിച്ച് നമുക്ക് കൂടുതൽ വ്യക്തമാകും. നമ്മളുടെ ഇമാമിങ്ങൾ പറയാറുള്ളത് പോലെ, അള്ളാഹു എന്നെ മുസ്ലിമാക്കി എന്നതാണോ, അതല്ല ഈ പിഴച്ച ചിന്താഗതികളിൽ നിന്ന് എന്നെ രക്ഷിച്ചു എന്നതാണോ എനിക്ക് അള്ളാഹു ചെയ്തു തന്ന ഏറ്റവും വലിയ നിഅമത്ത് എന്നെനിക്കറിയില്ല. എന്തെന്നാൽ നബിദിനം എന്ന് പറയുന്ന ആഘോഷം അത് തന്നെ ബിദ്അത്താണ്. അതിനുള്ളിൽ അവർ കടത്തിക്കൂട്ടിയ വിശ്വാസങ്ങളും അതുപോലെ തന്നെ ശിർക്കും ബിദ്അത്തും കലർന്നിട്ടുള്ളവയാണ്. പോരാത്തതിന് അതിൻ്റെ പേരിൽ അവർ കാട്ടിക്കൂട്ടിയ കാര്യങ്ങളും അതുപോലെ തന്നെ ആഭാസങ്ങളായിരുന്നു. അതിൽപ്പെട്ട ഒന്നാണ് നബിദിനത്തിൻ്റെ റാലി അവർ സംഘടിപ്പിക്കുകയും അതിൽ മാവേലിയുമായിട്ടാണ് അവർ നടന്നുപോയത്. മാവേലി അതൊരു ഹൈന്ദവ വിശ്വാസമാണ്. മാവേലി എന്നത് എന്താണ്? ഒരു ഹൈന്ദവ വിശ്വാസമാണ്. അത് ആർക്കും അറിയാത്തതുണ്ട് എന്ന് നമുക്കറിയുകയില്ല. കേരളത്തിൽ ലജ്ജയില്ലാത്ത ചിലർ മാവേലിയെ മുസ്ലിമാക്കാൻ ശ്രമിച്ചതും നമ്മൾ ഈയിടെ കേട്ടു. മാവേലി മുസ്ലിമാണ് എന്ന് പറഞ്ഞ് വാദിച്ച മുസ്ലിം പേരുള്ളവരും നമ്മളുടെ നാട്ടിലുണ്ടായി എന്നത് വളരെ അത്ഭുതവും ലജ്ജയും നമ്മളിൽ ഉണ്ടാക്കേണ്ട കാര്യമാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് മാൻ എന്ന പേര് സുലൈമാൻ എന്നൊക്കെ ഉള്ള മാനുള്ളത് കൊണ്ട് ഹനുമാനെ കുറച്ചാളുകൾ മുസ്ലിമാക്കിയതും നമ്മൾ കേട്ടതാണ്. ഇങ്ങനെ തോന്നുന്നവരെയൊക്കെ മുസ്ലിമാക്കുകയും പിന്നീട് അവരെ ഔലിയാക്കുകയും ചെയ്യുക എന്നത് പുതിയൊരു കാര്യമൊന്നുമല്ല നാട്ടിൽ. കൊല്ലത്തുള്ള ഓച്ചിറ ഉപ്പൂപ്പ എന്നറിയപ്പെടുന്ന ആൾ, അയാൾ മരണപ്പെട്ടപ്പോൾ അയാളുടെ കുടുംബക്കാർ വന്ന് ചോദിച്ചു. ഹിന്ദുക്കളായ അയാളുടെ കുടുംബക്കാർ വന്ന് ചോദിച്ചിട്ട് പോലും നമ്മൾ കൊടുക്കൂല. കാരണം എന്താണ്? ഇയാൾ നമുക്ക് പറ്റിയ ഒരാളാണ്. ഇയാൾക്ക് ഭ്രാന്തായിരുന്നു. അപ്പോൾ നമുക്ക് ഭ്രാന്തായിട്ടുണ്ടെങ്കിൽ പിന്നെന്താണ്? അത് നമുക്ക് വലിയാക്കാൻ പറ്റിയ ഏറ്റവും നല്ല ആളാണ്. സ്വബോധത്തിലുള്ള ഒരു ഔലിയാക്കളും ചിലപ്പോൾ അവർക്ക് ഉണ്ടാവുകയില്ല. മറിച്ച് വലിയാവുന്നത് എപ്പോഴാണ്? ഭ്രാന്താവുമ്പോഴാണ്. അവരിൽ ചിലർ പാട്ടുകൾ പാടാറുണ്ട്, ഭ്രാന്താവുന്നത് സുഖമാണ്, രസമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അത് തന്നെയാണ് അവരിൽ കാണാൻ സാധിക്കുന്നത്. അവരുടെ പല ആഘോഷങ്ങളും നമ്മളെ വിളിച്ചോതുന്നത് അത് കാണുമ്പോൾ നമ്മൾക്ക് താനേ തോന്നിപ്പോൾ ഇവർക്ക് ഭ്രാന്തായോ. അങ്ങനെ ദീൻ എന്ന് പറഞ്ഞാൽ അത് ഭ്രാന്തിൽ അധിഷ്ഠിതമായി
മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം അവർ നബിദിനം ആഘോഷിച്ചു. അതിൽ മാവേലി ഉണ്ടായിരുന്നു. ഒരു സംഭവം അതാണ്. മറ്റൊരു സംഭവം നമ്മൾ കണ്ടത് നബിദിനാഘോഷ വേളയിൽ വിഗ്രഹങ്ങളെ വെച്ച് ആരാധിച്ചു കൊണ്ടിരിക്കുന്ന അമ്പലത്തിലേക്ക് തിരിഞ്ഞ് ഒരുപാട് നേരം സല്യൂട്ട് അടിച്ചുകൊണ്ട് നിൽക്കുന്ന അവസ്ഥ ഇതും നമ്മൾ കാണുകയുണ്ടായി. അതായത് അതിൻ്റെ നേരെ സല്യൂട്ട് അടിക്കുക എന്നത് വേറൊരു വിഷയം. സല്യൂട്ട് അടിച്ച് ഒരുപാട് നേരം ഭവ്യതയോടെ ആദരവോടെ അതിനു മുന്നിൽ നിന്നുകൊണ്ട് ഇവർ ഉസ്താദുമാരും കുട്ടികളുമെല്ലാം വലിയൊരു ജനാവലി അതിനെ ആദരിച്ചുകൊണ്ട് നിൽക്കുന്ന, ബഹുമാനിച്ചുകൊണ്ട് നിൽക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. വേറെ ഒരു കാഴ്ച കണ്ടത്, അല്ലെങ്കിൽ അത് സ്ഥിരമാണ്, ബാൻഡ് മേളവും ചെണ്ടമേളവും പോരാത്തതിന് DJ പാർട്ടികളും അതിനനുസരിച്ച് കള്ളുകുടിയന്മാർ തോറ്റുപോകുന്ന രൂപത്തിലുള്ള ചലനങ്ങളും നൃത്തങ്ങളും എല്ലാം അവർ ചെയ്തു കൂട്ടി. ഇതിലെല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് മനസ്സിലാക്കാനുള്ള, അല്ലെങ്കിൽ നമുക്ക് ഇത് കേൾക്കുന്ന, സംസാരം കേൾക്കുന്ന ആളുകളോട് ബോധ്യപ്പെടുത്താനുള്ള ചില വിഷയങ്ങളുണ്ട്. ഒന്നാമതായി നമുക്ക് പറയാനുള്ളത് അൽഹംദുലില്ലാഹില്ലദി ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. ഞങ്ങളെ ഈ നേർമാർഗത്തിലേക്ക് നയിച്ച അള്ളാഹുവിനാകുന്ന സർവസ്തുതിയും. അള്ളാഹു നമ്മളെ നേർമാർഗത്തിലാക്കിയില്ലായിരുന്നെങ്കിൽ നമ്മൾ നേർമാർഗത്തിലാകില്ലായിരുന്നു. ഒന്നാമതായി അള്ളാഹുവിനെ സ്തുതിക്കാനാണ് നമുക്കുള്ളത്. രണ്ടാമതായി ഈ കാര്യങ്ങൾ മൂന്നുമെടുത്താലും ചുരുക്കി ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞാൽ അത്ഭുതപ്പെടാനൊന്നും ഈ മൂന്നിലുമില്ല എന്നുള്ളതാണ്. അത്ഭുതപ്പെടാൻ, ഇതെങ്ങനെ, ആശ്ചര്യപ്പെടാൻ, ഇങ്ങനെയൊക്കെ മുസ്ലിങ്ങൾ ചെയ്യുമോ, അല്ലെങ്കിൽ മുസ്ലിം പേരുള്ളവർ ചെയ്യുമോ എന്നൊക്കെ പറഞ്ഞ് അത്ഭുതപ്പെടാനുള്ള ഒന്നും അതിൽ ഇല്ല എന്നുള്ളതാണ്. ഒന്നെന്താണ്? മാവേലിയാണ്. അതൊരാൾ എന്ത് ചെയ്തിട്ടുണ്ട്? അയാളെ മുസ്ലിം ആക്കിയിട്ടുണ്ട്. മുഹമ്മദ് അലിയാണെന്ന് പറഞ്ഞ് സ്വഹാബി വരെ ആക്കിയിട്ടുണ്ട്. മുസ്ലിം എന്ന് മാത്രമല്ല, സ്വഹാബിയായ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞ അവസ്ഥയിലേക്കാണ് എത്തിച്ചിട്ടുള്ളത്. ഒന്നതാണ്. രണ്ടാമത്, അമ്പലത്തിനെ കണ്ടപ്പോൾ ഈ ആദരവോടെ ഭവ്യതയോടെ സല്യൂട്ട് അടിക്കുക എന്നത്, അതിലും നമുക്ക് പ്രത്യേകിച്ച് അത്ഭുതപ്പെടാനൊന്നുമില്ല. സമസ്തക്കാരൻ അത് ചെയ്തു എന്നത് അത്ഭുതമുള്ള കാര്യമൊന്നുമല്ല. അതിനേക്കാൾ വലുത് നമ്മൾ അവരിൽ നിന്ന് കാണുന്നുണ്ട്. ഏതെങ്കിലും ഒരു ജീവി ചത്തു ചെയ്യുന്ന അതിനെ കുഴിച്ചിട്ട് അതൊന്ന് നായമാന്താതിരിക്കാൻ കുറച്ച് മണ്ണധികമിട്ട് പോയാൽ, അതിലേക്ക് നായമാന്താതിരിക്കാൻ മണ്ണ് കുറച്ച് അധികമിട്ട് അതൊന്ന് ഉയർന്നു പോയാൽ അതിനു മുന്നിൽ സുജൂദ് ചെയ്യാൻ തയ്യാറുള്ള ആളുകളാണവർ. അതിന്മേൽ പട്ടിട്ടാൽ അതിനു മുകളിൽ ആയിരക്കണക്കിന് പട്ടി വിരിക്കാനും തയ്യാറുള്ളവരാണവർ. ആ ചത്തുകിടക്കുന്നത് നായയാണോ പൂച്ചയാണോ എന്നറിയില്ലെങ്കിലും ചത്തുകിടക്കുന്നതല്ലേ എന്നാലോചിച്ച് അതിനോട് ദുആ ചെയ്യാനും തയ്യാറുള്ളവരാണവർ. ചത്തതാണോ എങ്കിൽ അതിനോട് ദുആ ചെയ്യാൻ എന്ന രൂപത്തിൽ നടക്കുന്ന ആളുകൾ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് തിരിഞ്ഞു നിന്ന് സല്യൂട്ട് അടിച്ചതിൽ ഈ പറഞ്ഞതുപോലെ നമുക്ക് അത്ഭുതമൊന്നുമില്ല. പക്ഷേ ഇസ്ലാമിനെ പലരും തെറ്റിദ്ധരിച്ചേക്കാം എന്നതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ പറയുന്നത്. ഇസ്ലാമിന് ഇതുമായി പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല. ഇസ്ലാമിന് ഇതുമായി ഒരു ബന്ധവുമില്ല. മറിച്ച് ഇസ്ലാമുമായി പ്രത്യേകിച്ച് പേരിലല്ലാതെ ഒരു ബന്ധവുമില്ലാത്ത ആളുകൾ ചെയ്ത ഒരു പ്രവർത്തനം അത്രമാത്രമായി ഇതിനെ കണ്ടാൽ മതി. മറ്റൊരു നിലക്ക് പറഞ്ഞാൽ ഇതെല്ലാം തെളിയിക്കുന്നത് മറ്റു മതങ്ങളോട് ഇസ്ലാമിനേക്കാൾ അവർ അടുക്കുകയും ലയിക്കുകയും ചെയ്തിരിക്കുന്നു. ഇസ്ലാമിൽ നിന്ന് അവർ ബഹുദൂരം അകന്നുപോയിരിക്കുന്നു എന്നതിനുള്ള തെളിവുമാണത്. യഥാർത്ഥത്തിൽ അവരാ ചെയ്തതിൽ വല്ല തെറ്റുമുണ്ടോ? അവരുടെ അടിസ്ഥാനങ്ങൾക്കനുസരിച്ച് വല്ല തെറ്റുമുണ്ടോ? അവരുടെ അടിസ്ഥാനങ്ങൾക്കനുസരിച്ച് ഒരു തെറ്റുമില്ല. കാരണം അവിടെയുള്ളത് ഒരു മക്ബറയായിരുന്നെങ്കിൽ,
അതൊരു മക്ബറയായിരുന്നെങ്കിൽ അതിനോ സുജൂദ് ചെയ്യുന്നതിന് വല്ല തെറ്റും അവർ കാണുന്നുണ്ടോ? അവർ കാണുന്നില്ല. അതിനോട് ദുആ ചെയ്യുന്നത് വല്ല തെറ്റും അവർ കാണുന്നുണ്ടോ? അവർ കാണുന്നില്ല. ഇനി അതൊരു വിഗ്രഹമാണെങ്കിലോ അതിനോട് അതിൻ്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്നത് വല്ല തെറ്റുമായി അവർ കാണുന്നുണ്ടോ? ഒരു തെറ്റും അവർ കാണുന്നില്ല. അതിനോട് ദുആ ചെയ്യുന്നത് വല്ല തെറ്റുമായിട്ട് അവർ കാണുന്നുണ്ടോ? അവർ കാണുന്നില്ല. കാരണം എന്താണ്? ഈ വിഗ്രഹത്തിന് സ്വന്തമായി കേൾക്കാൻ കഴിവില്ല. അള്ളാഹു കേൾപ്പിച്ചാൽ കേൾക്കും. അപ്പൊ നമ്മൾ ചോദിക്കും, വിഗ്രഹം കേൾക്കുവോ? അപ്പൊ അവർ പറയും, അള്ളാഹ് കേൾപ്പിച്ചാൽ കേൾക്കൂലേ? അള്ളാഹ് കേൾപ്പിച്ചാൽ കേൾക്കൂലേ? അപ്പൊ പാവായിട്ടുള്ള ഒരു തൗഹീദ് മനസ്സിലാക്കി ഇത്തിരി പഠിച്ചിട്ടുള്ള ആള് മിണ്ടാതെ അവിടുന്ന് പോരും. ഏതായാലും അതിന് ഉള്ള മറുപടികൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല കേൾപ്പിക്കുന്നു നിന്നോടാരാണ് പറഞ്ഞത്? അള്ളാഹു വിഗ്രഹത്തെ കേൾപ്പിക്കുമെന്ന് നിന്നോടാരാണ് പറഞ്ഞത്? ഇതേ ന്യായമാണ് ആരും പറഞ്ഞത്? ഈ വിഗ്രഹങ്ങളെ ഇന്ന് ആരാധിക്കുന്നവരും പറയുന്നത്. അവർ കുറച്ചുകൂടി മുന്നിലാണ്. അവർ പറഞ്ഞു, ഞങ്ങൾ വിഗ്രഹം കേൾക്കുന്നു വിചാരിച്ചിട്ടല്ല, വിഗ്രഹത്തിന്റെ പുറകിലൊരു ശക്തിയുണ്ട് എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്, അയാൾ കേൾക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞവരാണ് അവർ. ഏതായാലും അപ്പൊ അടുത്ത ചോദ്യം, ഞങ്ങൾ ആരാധിക്കുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ വിളിച്ചു തേടുന്നത് ഖബറിലുള്ള ആളുകൾ മുസ്ലിമീങ്ങളായ ആളുകൾ അല്ലേ? അവർ കേൾക്കുമല്ലോ. തെളിവ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബദറിലെ പൊട്ടക്കിണറ്റിൽ അബൂജഹലിനെയും മറ്റുമൊക്കെ ഇട്ടപ്പോൾ കേട്ടല്ലോ. ആ തെളിവിന്റെ അടിസ്ഥാനത്തിൽ ആരും കേൾക്കും? അബൂജഹലും കേൾക്കും, AP അബൂബക്കർ മുസ്ലിയാരും കേൾക്കും. അതുപോലെ തന്നെ ഇവിടെ മരണപ്പെട്ടു പോയ ഹൈന്ദവനും കേൾക്കും, ക്രിസ്ത്യാനിയും കേൾക്കും. അതിന് വലിയാകണോ? അബൂജഹലിനെ വലിയ എന്ന് വിളിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. ഇവർക്ക് വിളിക്കാൻ പറ്റുമായിരിക്കും എന്നുള്ളത് വേറെ ചർച്ചയാണ്, അത് വേറെ വിഷയം. അപ്പൊ ഇവരുടെ അവസ്ഥ ആ കണ്ടതിലൊന്നും അത്ഭുതപ്പെടാനില്ല. അത് കുറഞ്ഞു പോയി എന്നേ നമുക്ക് പറയാനുള്ളൂ. അവർ ചെയ്തത് കുറച്ച് കുറഞ്ഞു പോയിട്ടുണ്ട്. വേറെ മതസ്ഥർ എന്ന് പൊതുവെ അറിയപ്പെടുന്നത് കൊണ്ടായിരിക്കാം അവരവരോട് കൈകൂപ്പി ദുആ ചെയ്യാതിരുന്നതും അവരവിടെ സുജൂദ് ചെയ്യാതിരുന്നതുമൊക്കെ. നാട്ടിൽ വേറെ മതസ്ഥരാണ്, അതിനു മുന്നിൽ സുജൂദ് ചെയ്താൽ എന്തെങ്കിലും ആളുകൾ പറയോ എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കാം സുജൂദ് ചെയ്യാതിരുന്നത്. കാരണം സുജൂദ് ചെയ്യുന്നത് കൊണ്ട് അവരുടെ ഇസ്ലാമിനൊരു കോട്ടവും തട്ടില്ല എന്നാണ് അവർ കരുതുന്നത്. ഈ ഞങ്ങളുടെ മുന്നിലുള്ളത് അല്ലാഹു അല്ല എന്ന ബോധ്യമുണ്ടെങ്കിൽ എന്തുമാകാം എന്നാണ് അവർ പറയുന്നത്. ഇത് അല്ലാഹു ആണ് എന്ന ബോധ്യമുണ്ടോ? ഇല്ല. എന്നാ പിന്നെ എന്തു ആകാം. സുജൂദ് ചെയ്യണമെങ്കിൽ സുജൂദ് ചെയ്യാം, നേർച്ച നേരണമെങ്കിൽ നേർച്ച നേരാം, വിളിച്ചു തേടണമെങ്കിൽ വിളിച്ചു തേടാം. എന്തുണ്ടായാൽ മതി? എന്ത് ബോധമുണ്ടായാൽ മതി? ഇത് അല്ലാഹു ആണ് എന്ന ബോധം ഉണ്ടാകാതിരുന്നാൽ മതി. അതേതായാലും ആർക്കുമില്ല. അതാർക്കുമില്ല. അത് ഹിന്ദുക്കൾക്കുമില്ല, ക്രിസ്ത്യാനികൾക്കുമില്ല. ഇവർ വിളിച്ചു തേടുന്ന ആളുകൾ അല്ലാഹു ആണെന്ന ബോധ്യം ആർക്കുമില്ല. അബൂജഹലിനുണ്ടായിരുന്നോ? ഇല്ല, അബൂജഹലും വിചാരിച്ചിട്ടില്ല. അതായത് ഇവരെല്ലാം സമസ്തക്കാരടക്കം ഉള്ളത് ഒരേ മതത്തിലാണ്. സമസ്തയുടെ ആദർശം അത് മറ്റു മതങ്ങളുമായി പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. അതേ ആദർശത്തിലും മതത്തിലുമാണ് അവരുള്ളത്. പക്ഷേ അവർ എന്ത് ചെയ്യുന്നു? ഇസ്ലാമിൻ്റെ അനുയായികളാണ്, മുസ്ലിമീങ്ങളാണ് എന്ന് വാദിക്കുന്നു എന്ന് മാത്രം. ഞാനീ പറഞ്ഞത് ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ വേദന മാറാൻ എന്ത് ചെയ്താൽ മതി? കാസർഗോഡ് നടന്ന സംഭവം എന്ന് ചോദിച്ചാൽ മതി. അങ്ങനെ നടന്നിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇവിടുത്തെ ആളുകൾ പറഞ്ഞു തരും. ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പാലക്കുന്നിൽ വെച്ചുണ്ടായ ആ സംഭവം ആളുകൾ പറഞ്ഞു തരും. നമ്മൾക്ക് പറയാനുള്ളത് എന്താണ്? ഞങ്ങൾക്കൊന്നും പറയാനില്ല. ഇത് എന്താണ്? സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യം മാത്രമാണ്. പുതിയതായിട്ടൊന്നും അവർ ചെയ്തിട്ടില്ല എന്നതാണ്. ഖബറിന് മുന്നിൽ സല്യൂട്ട് ചെയ്തിരുന്നവർ വിഗ്രഹത്തിന് മുന്നിൽ സല്യൂട്ട് ചെയ്തു. അതായത് കിടത്തിയിട്ട വിഗ്രഹത്തിന് മുന്നിൽ സല്യൂട്ട് ചെയ്തവർ കുത്തി നിർത്തിയ വിഗ്രഹത്തിന് മുന്നിൽ സല്യൂട്ട് ചെയ്തു എന്ന് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതിനപ്പുറത്തേക്ക് അതിലൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്രമാത്രം ഉറപ്പോടെ, ആത്മവിശ്വാസത്തോടെ, ധൈര്യത്തോടെ അവർക്കതിന് സാധിച്ചത്. ഒരു മുസ്ലിം
അങ്ങനെ ചെയ്യാൻ അവൻ്റെ കൈവറക്കാതിരിക്കുമോ? ഇനി ഉസ്താദ് പറഞ്ഞത് കേട്ടിട്ടാണെങ്കിലും. പക്ഷേ അവരതാണ് ശീലിച്ചത്, ഉസ്താദ് അതാണ് പഠിപ്പിച്ചത്. മരിച്ചവരാണോ, മരിച്ചവരും ദുആ കേൾക്കും, പ്രയാസങ്ങളിൽ മരിച്ചവരെ വിളിച്ചു തരാം. മുസ്ലിങ്ങൾ മാത്രമാണോ? അല്ല, മുസ്ലിങ്ങൾ മാത്രമല്ല, അബൂജഹലും കേൾക്കും. അപ്പൊ പിന്നെ വിളിച്ചൂടെ? ആരെ വേണമെങ്കിലും വിളിച്ചൂടെ? വിളിക്കാം. ഇപ്പൊ സത്യസായി ബാബ എന്ന് പറഞ്ഞ ആള് മരിച്ചുപോയി. മൂപ്പര കയ്യില് അന്ന് ജീവിച്ചിരിക്കുമ്പോൾ സഹായത്തിന് വേണ്ടി പല മുസ്ലിങ്ങളും പോയിട്ടുണ്ട്. പല മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ മുസ്ലിം പേരുള്ളവർ പോയിട്ടുണ്ട്. അവർക്ക് ഇപ്പൊ വിളിച്ചൂടെ? ഇപ്പൊ വിളിക്കാം. തെളിവെന്താ? അബൂജഹൽ കേട്ടു. അബൂജഹൽ കേട്ടില്ലേ? അബൂജഹൽ കേട്ടു. അപ്പൊ തെളിവെന്താ? അപ്പൊ പിന്നെന്താ? സത്യസായി ബാബിനെ കേട്ടൂടെ? കേൾക്കും. ഇതെന്റെ വാദമല്ല, മറിച്ച് ഇതാണ് തെളിവ് പറയുന്നത്. എന്നാൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ കിണറ്റിലുള്ള ആളുകളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചപ്പോൾ ചോദിക്കുകയാണെങ്കിൽ അവർ കേൾക്കുകയോ? 13 വർഷം മക്കയിൽ തൗഹീദ് പറഞ്ഞ് പഠിപ്പിച്ച് ബദറിന്റെ ദിവസം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു സമയത്താണ് 13 വർഷം കഴിഞ്ഞ് ബദറിന്റെ ആളുകൾ കൊല്ലപ്പെട്ട ആ സമയത്താണ് എന്ത് ചെയ്യുന്നത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ച ഒരാളോട് സംസാരിക്കുന്നത് ആര് കാണുന്നത്? ഏറ്റവും അടുത്ത ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കാണുന്നത്. അദ്ദേഹം അത്ഭുതത്തോട് കൂടി ചോദിക്കുന്നു, ഇവരെങ്ങനെ കേൾക്കുക? കാരണം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു 13 വർഷമായിക്കൊണ്ട് പഠിച്ചു വന്നത് എന്താണ്? കേൾക്കൂല എന്നാണ്. അവർ കേൾക്കേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, അവർ ഇപ്പോൾ കേൾക്കുന്നവരാണ്, അവരിപ്പോൾ കേൾക്കുന്നവരാണ്. അതിന് പല വ്യാഖ്യാനങ്ങളും ഇമാമിങ്ങൾ, താബിഈങ്ങൾ, സ്വഹാബത്ത് ഒക്കെ പറഞ്ഞു തന്നു. ഇമാം ഖതാദ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നേരത്ത് ജീവിപ്പിച്ചു, എന്നിട്ട് അവർക്കത് കേൾപ്പിച്ചു. അവർക്കത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നേരത്ത് കേൾപ്പിച്ചു. ഇത്ര മാത്രമേ അതിലുള്ളൂ. അത് കഴിഞ്ഞു, ആ സംഭവം കഴിഞ്ഞു. ഉഹദിലുള്ള ആളുകളോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ മിണ്ടിയോ? ഖന്തഖിൽ ആരെങ്കിലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവരോട് ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല. സ്വഹാബികൾ ആരോടെങ്കിലും വർത്താനം പറഞ്ഞു നിന്നോ? മരണപ്പെട്ടു, കെടുക്കുകയാണ്. അപ്പൊ സ്വഹാബി പറഞ്ഞു, എനിക്ക് പോയി കുളിച്ചൂടെ എന്നൊരു സംഭവം അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ഉണ്ടായിട്ടില്ല, പറഞ്ഞിട്ടില്ല. എന്തേ? ബദറിൽ സാക്ഷിയായവർ. ബദറിലെ ആ സംഭവം സ്വഹാബികളുടെ ഈമാനിനെ ഇളക്കുന്നതായിരുന്നില്ല. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുത്തു, അവർ ഇപ്പോൾ കേൾക്കുന്നവരാണ്. അവർ അഖീദ പഠിച്ചവരായിരുന്നു, അവർ തൗഹീദുള്ളവരായിരുന്നു. എന്നാൽ ഇവരുടെ വിശ്വാസം ലോകത്താര് മരിച്ചാലും അബൂജഹൽ കേൾക്കുന്നുണ്ടെങ്കിൽ പിന്നെ വേറെ ആരാണ്? ഈ ഉമ്മത്തിലെ ഫിർഔൻ ആരാണ്? അബൂജഹലാണ്. ആ ഉമ്മത്തിലെ ഫിർഔൻ വരെ മരിച്ചാൽ കേൾക്കും. അപ്പൊ പിന്നെ വേറെ ആരാ കേൾക്കാത്തത്? എല്ലാവരും കേൾക്കും. മാർപ്പാപ്പയും കേൾക്കും. അതുപോലെ തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം വേറെ ഏതൊക്കെ മതങ്ങളിൽ ആരൊക്കെ ഉണ്ടോ അവരെല്ലാം കേൾക്കുന്നതാണ് അവരുടെ വിശ്വാസം. ശ്രീരാമനും കേൾക്കും, രാമനും കേൾക്കും, അതുപോലെ തന്നെ ബാക്കി ഉള്ള ആളുകൾ എല്ലാവരും കേൾക്കും എന്നാണ് ആരുടെ വിശ്വാസം? സമസ്തക്കാരന്റെ വിശ്വാസം. അവനെ പഠിപ്പിക്കുന്നത് അതാണ്. അത് വ്യക്തമായി പറഞ്ഞപ്പോഴാണ്, അത് വ്യക്തമായി പറയലും വ്യക്തമല്ലാതെ പറയലുണ്ട്. ഇതിങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ ഉരുട്ടിക്കൂട്ടി വെക്കും. എന്നിട്ട് അത് ചിലർ ഇത് വ്യക്തമായി പറഞ്ഞു. നൗഷാദ് അഹ്സനിയെ പോലുള്ളവർ വ്യക്തമായി പറഞ്ഞു, ഞങ്ങൾ പറയാൻ തീരുമാനിച്ചിരിക്കുകയാണ്, നിങ്ങൾക്ക് പറയാൻ പറ്റില്ലെങ്കിൽ മാറിയെങ്കിൽ എന്ന് പറഞ്ഞിട്ട് കടന്നു വന്നു. അപ്പോൾ എന്ത് ചെയ്തു? മുസ്ലിങ്ങളുടെ ഈമാൻ കളയാണ്. ഈമാൻ കളഞ്ഞത് ആരാണ്? ഇവരാണ് കളഞ്ഞത്. എന്തും ആരുടെ മുന്നിലും പറയാം, ആരുടെ മുന്നിലും സുജൂദ് ചെയ്യാം, ആർക്കു വേണ്ടിയും നേർച്ച നേരാം, ആർക്കു വേണ്ടിയും ബലിയർപ്പിക്കാമെന്ന് പഠിപ്പിച്ചു കൊടുത്തത് ആരാണ്? ഇവരാണ്. അതുകൊണ്ട് തന്നെയാണ് തട്ടമിട്ട് പർദ്ദയിട്ട് അമ്പലങ്ങളിൽ വെളിച്ചെണ്ണയുമായി ആര് ക്യൂ നിൽക്കുന്നത്? സ്ത്രീകൾ ക്യൂ നിൽക്കുന്നത്. നമുക്ക് പറയാനുള്ളത്, അവർ അങ്ങനെ ക്യൂ നിൽക്കാൻ പഠിപ്പിക്കപ്പെട്ട മതത്തിലാണ്, നമ്മൾ അങ്ങനെ ക്യൂ നിൽക്കാൻ പഠിപ്പിക്കപ്പെടാത്ത മതത്തിലാണ്. അത് ഇസ്ലാമാണ്. ഞങ്ങളുടെ മതം എങ്ങനെയുള്ളതാണ്? അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്ന, അള്ളാഹുവിനോട് മാത്രം ദുആ ചെയ്യുന്ന, അള്ളാഹുവിനോട് മാത്രം തവക്കുൽ ചെയ്യുന്ന, അള്ളാഹുവിൽ മാത്രം നേർച്ചകൾ അർപ്പിക്കുന്ന, വഴിപാടുകൾ അർപ്പിക്കുന്ന, ബലി അർപ്പിക്കുന്ന
മതമാണ് ഏത്? ഇസ്ലാം മതം. അതല്ലാത്തത് ഇസ്ലാമല്ല, മറിച്ച് കുഫ്റാണ്. ഇത് മനസ്സിലാക്കാനാണ് മുസ്ലിമീങ്ങളായിട്ടുള്ള ആളുകൾ തയ്യാറാകേണ്ടത്. അത് മനസ്സിലായി കഴിഞ്ഞാൽ ഈ അത്ഭുതം അവസാനിക്കും. ഇങ്ങനൊക്കെ അവർ ചെയ്യേ എന്നുള്ള അത്ഭുതം അവസാനിക്കും. കാരണം അത് സ്വാഭാവികമാണ്. അവരുടെ സ്വാഭാവികമായി അവർ പഠിച്ചത് അവർ ചെയ്തു എന്ന് ഈ വിഷയത്തിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളൂ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.